ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈറ്റ് സിമെൻറ്റ് കൊണ്ടുള്ള ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് 1 കിലോ വൈറ്റ് സിമെൻറ്റാണ് മേടിച്ചിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ബിർള വൈറ്റാണ്. ഇനി ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ നമുക്ക് സ്വീറ്റ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വലിയ പാത്രത്തിനുള്ളിൽ ചെറിയ പാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ചെടിച്ചട്ടി സ്വീറ്റ്സ് മേടിക്കുന്ന ഈ പാത്രത്തിൽ ഐസ്ക്രീം മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഏത് പ്ലാസ്റ്റിക് പാത്രം വേണമെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഓയിൽ പുരട്ടി കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ പുരട്ടി കൊടുക്കുന്നത്. ഇത് മുൻപ് 4 ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുത്ത പാത്രമാണ് കേട്ടോ. അതിൽ തന്നെയാണ് വീണ്ടും ഉണ്ടാക്കുന്നത്. ഇനി ഇതിനുള്ളിൽ വയ്ക്കുന്ന ഐസ്ക്രീം പാത്രത്തിൻ്റെ പുറത്തും ഓയിൽ പുരട്ടി കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ചെറിയ പെയിൻറ് പാത്രത്തിൽ പാത്രത്തിൽ മേലെയായിട്ട് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു വടി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഉറപ്പുള്ള വടി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വടി പൊട്ടിപ്പോരും. വെള്ളം കുറച്ച് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ലൂസായിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/4 ഭാഗത്തിന് മേലെയായിട്ട് ഏകദേശം ഒരു 1/2 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ സെൻറ്ററിലായിട്ട് ഓയിൽ പുരട്ടി വെച്ച മറ്റേ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലൊരു കനത്തിന് വേണ്ടിയിട്ട് മെറ്റലിട്ട് കൊടുക്കുന്നുണ്ട്. പൂഴി ഉണ്ടെങ്കിൽ പൂഴിയിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഇതിൽ മെറ്റൽ നിറച്ചിട്ട് കൊടുത്തപ്പോൾ ഒന്നുകൂടി വൈറ്റ് സിമെൻറ്റ് മേലേക്ക് പൊന്തി വന്നു. എന്നാലും സാരമില്ല, അതൊന്ന് വടിച്ചു കൊടുത്താൽ മതി. ഇതിൽ വൈറ്റ് സിമെൻറ്റ് കലക്കി വെച്ചപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മേലേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കത്തി കൊണ്ട് ഒന്ന് വിടുവിച്ച് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഒരു ദിവസം വെക്കണം. ഇത് ഒരു ദിവസം ആവുന്നതിന് മുൻപ് തന്നെ ഇത് സെറ്റായിട്ടുണ്ടാവും. എന്നാൽ ഞാനിത് നന്നായിട്ടൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം ഇതിനുള്ളിലെ കല്ലൊക്കെ ഒന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ ഐസ്ക്രീം പാത്രം ഒന്ന് പതുക്കെ വിടുവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വേഗം തന്നെ വിട്ടുപോരും കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വിട്ടു പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിന് മീതെ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വേഗം തന്നെ വിട്ട് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു ഒരക്കടലാസ് കൊണ്ടൊന്ന് ഉരച്ചാൽ മതി. അപ്പോൾ നല്ല ഫിനിഷിങ് ആക്കി എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരക്കടലാസ് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാനിത് അങ്ങനെ അവിടെ ഉരച്ചെടുത്തിട്ടില്ല. ഈ 2 ചെടിച്ചട്ടിയും ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്താണ്. ഇനി ഇത് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതൊരു ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. ഇതിനൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെള്ളത്തിലിട്ട് വെച്ച ചെടിച്ചട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ റെഡും വൈറ്റും കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ട് ഇത് വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഒന്ന് റൗണ്ട് വരച്ചു കൊടുക്കാം. അതിങ്ങനെ ഇടവിട്ട് ഓരോ റൗണ്ട് വരച്ചു കൊടുക്കണം. ഇനി ചെടിച്ചട്ടിയുടെ വക്കൊക്കെ ഒരക്കടലാസ് കൊണ്ട് ഉരച്ച് മിനുസപ്പെടുത്തണം കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി ഫിനിഷിങ് കുറവായിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരക്കടലാസ് ഇല്ല. അപ്പോൾ ഒരക്കടലാസ് കൊണ്ട് ഉരച്ച് മിനുസപ്പെടുത്തി കൊടുത്തതിന് ശേഷം വേണം പെയിൻറ്റൊക്കെ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ
ചുറ്റും ഞാൻ ഇടവിട്ടിട്ട് റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫാബ്രിക് പെയിൻ്റാണ് ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. അത് റെഡ് കളറും വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് റെഡ് കളർ പെയിൻ്റ് എടുത്തിട്ട് അടിച്ചു കൊടുക്കാം. ഈ റൗണ്ടിന് ചുറ്റുമായിട്ടും പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ഇതിന് നേരത്തെ ഒരു ചട്ടി അടിച്ചിട്ട് ബാക്കി വന്ന പെയിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പെയിൻറ്റിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ലൂസായിരിക്കും പെയിൻറ്റ്. മേടിക്കുന്ന പെയിൻ്റ് ആണെങ്കിൽ നല്ല ലൂസായിരിക്കും. പിന്നെ അത്രയും കട്ടയായ പെയിൻ്റൊക്കെ ആണെങ്കിൽ മാത്രമേ കുറച്ച് വെള്ളം ചേർത്തടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി റൗണ്ടിന് ചുറ്റുമായിട്ട് എല്ലായിടത്തും ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി ഈ ഒരു സൈഡ് ഉണങ്ങിയതിന് ശേഷം ഈ ചട്ടിയൊന്ന് മറിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അടിയിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ റൗണ്ടിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം. ഇനി വൈറ്റിൻ്റെ ചുറ്റും ഒന്ന് ഫിനിഷിങ് ആവാനായിട്ട് റൗണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒരു പോയിൻ്റഡ് ബ്രഷ് വെച്ചിട്ട് റൗണ്ടാക്കി കൊടുക്കാം. ഇത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതിനടിയിൽ ഡ്രില്ലർ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടി ഉണ്ടാക്കുമ്പോൾ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡ്രില്ലർ വെച്ചിട്ട് ലാസ്റ്റാണ് ഹോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഡ്രില്ലർ വെച്ചിട്ട് ഹോൾ ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ നേരം ഡ്രിൽ ചെയ്യുമ്പോൾ ചൂടാവും. അപ്പോൾ ഹോൾ ഇടുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡ്രിൽ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിറ്റ് കിടക്കും. ഇനി ഇതിനടിയിൽ റെഡ് കളർ പെയിൻ്റ് അടിച്ച് ഫിനിഷിങ് ആക്കാം. ഇപ്പോൾ വൈറ്റ് സിമെൻ്റ് കൊണ്ടുള്ള ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ ചിലവും കുറവാണ്. ഇത് കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഞാനിപ്പോൾ സെക്കുലൻ്റ് പ്ലാന്റാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നട്ടു കൊടുക്കാമെന്നും അതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന 3 തരം ചെടിച്ചട്ടിയുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.